ഹലോ ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ നീറ്റ് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് നാളെ രാവിലെ നിങ്ങൾ വീട്ടിൽ നിന്ന് തിരിക്കാൻ പോവാണ് അല്ലേ? നീറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ നിങ്ങൾ എല്ലാവരും നന്നായിട്ട് നടത്തിയിട്ടുണ്ട് എന്ന് എനിക്കറിയാം. പക്ഷേ ലാസ്റ്റ് മിനിറ്റിലുള്ള പ്രിപ്പറേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പഠിക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ടല്ല, നാളെ എക്സാം എഴുതാൻ നിങ്ങൾ എങ്ങനെ പോകുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു കാരണവശാൽ നാളെ രാവിലെ നിങ്ങൾക്ക് ഒരു ടെൻഷനും വരാൻ പാടില്ല. അപ്പോൾ ഒരു ലാസ്റ്റ് മിനിറ്റിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. വളരെ കീനായിട്ട് ശ്രദ്ധിക്കുക. ഞാനിത് ഓരോന്നും സ്ലൈഡായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ആക്ച്വലി NTA നിങ്ങൾക്ക് തന്നിട്ടുള്ളതാണ്, ഒഫീഷ്യലി തന്നിട്ടുള്ളത്. എങ്കിലും നിങ്ങൾക്ക് അതൊന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ നമുക്ക് നോക്കാം, ഓരോ കാര്യങ്ങളായിട്ട് നോക്കാം. സോ ഫസ്റ്റ് തിങ് ഇവിടെ നോക്കാം, ഇൻസ്ട്രക്ഷൻസ് ടു ബി ഫോളോഡ് ഇൻ ദ എക്സാമിനേഷൻ ഹാൾ. എക്സാമിനേഷൻ ഹാളിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, ഇതിൽ ഒരു കാര്യം അവർ ക്ലിയർ കട്ടായിട്ട് പറയുന്നുണ്ട്, വെരി മസ്റ്റ്, ദാറ്റ് ഈസ് 1:30 PM. ഇറ്റ്സ് ദ ലാസ്റ്റ് മിനിറ്റ് ഫോർ യു ടു എൻ്റർ ദ എക്സാം ഹാൾ. എക്സാം ഹാളിൽ കയറണമെന്നുണ്ട് എങ്കിൽ 1:30 മുമ്പ് നിങ്ങൾ അവിടെ എത്തിയിരിക്കണം. ഓഫ് കോഴ്സ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് 2 മണിക്കാണെങ്കിലും നിങ്ങൾ അവിടെ ചെന്നിട്ട് ഞാൻ 2 മണിക്ക് മുമ്പ് എത്തി, എന്നെ ഒന്ന് കയറ്റണം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഹറിബറി കാണിക്കരുത്. അവരെ കയറ്റില്ല. ജസ്റ്റ് നിങ്ങൾ അതൊന്ന് ഓർക്കുക. എല്ലാ ആൾക്കാരുടെയും ഈ പറയുന്ന നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിനകത്ത് അവിടെ ഒരു റിപ്പോർട്ടിംഗ് ടൈം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആ റിപ്പോർട്ടിംഗ് ടൈമിൽ എത്തുക. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, നിങ്ങൾ അഥവാ ലേറ്റ് ആയി പോവുകയാണെങ്കിലും ഡോണ്ട് ഗോ ബിയോണ്ട് 1:30 PM. 1:30 മുകളിൽ പോകരുത്. അതിനു മുമ്പ് എങ്ങനെയെങ്കിലും അവിടെ എത്തിക്കൊള്ളുക. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പറയുന്ന എക്സാമിൻ്റെ ടൈമും ഡ്യൂറേഷനും ഇവിടെ പറയുന്നുണ്ട്. ഒന്ന് 2 PM to 5:20 PM ആണ്. നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾക്ക് 200 ക്വസ്റ്റ്യൻസ് ആണ് അറ്റൻഡ് ചെയ്യാനുള്ളത്. ആ 200 ക്വസ്റ്റ്യൻസിനും ഓരോ ക്വസ്റ്റ്യൻസിനും നിങ്ങൾക്ക് എന്ത് വെച്ചിട്ടുണ്ട്, ഓരോ മിനിറ്റ് വെച്ച് അലോട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അതാണ് ഈ 5:20 വരെയുള്ള എക്സാമിൻ്റെ ടൈം പറയാൻ കാരണം. 3 hours 20 minutes. ലാസ്റ്റ് എൻട്രി ടു ദ എക്സാമിനേഷൻ സെൻറ്റർ ദാറ്റ് ഇസ് 1:30 PM. ഓക്കെ, മസ്റ്റ് ആയിട്ട് നോട്ട് ചെയ്യുക, 1:30 PM ആണ് നിങ്ങളുടെ ലാസ്റ്റ് എൻട്രി പറഞ്ഞിരിക്കുന്നത് അല്ലേ? ആൻഡ് സിറ്റിംഗ് ഓൺ ദ സീറ്റ് ഇൻ എക്സാമിനേഷൻ ഹാൾ ഓർ റൂം. നിങ്ങൾ എക്സാമിനേഷൻ ഹാളിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡെസിഗ്നേറ്റ് ചെയ്തിരിക്കുന്ന പൊസിഷനിൽ 1:15 ഉണ്ടാവണം. മസ്റ്റായിട്ടും ഉണ്ടാവണം. നിങ്ങൾ ചിലപ്പോൾ എക്സാം സെൻറ്ററിനകത്ത് ഫ്രിസ്കിംഗ് ഒക്കെ കഴിഞ്ഞ് കയറിയിട്ടുണ്ടാവും, ചിലപ്പോൾ നിങ്ങൾ വെള്ളം കുടിക്കാൻ പോയിട്ടുണ്ടാവും, ചിലപ്പോൾ നിങ്ങൾ ടോയ്ലറ്റിൽ പോയിട്ടുണ്ടാവും. എന്തൊക്കെ തന്നെ ആയാലും 1:15 എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ആ സീറ്റിൽ ഉണ്ടാവണം. ഓക്കെ, ഇനി അടുത്ത കാര്യം, അനൗൺസ്മെന്റ് ഓഫ് ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ചെക്കിംഗ് ഓഫ് അഡ്മിറ്റ് കാർഡ് ബൈ ദ ഇൻവിജിലേറ്റർ 1:30 PM to 1:45. വെരി മസ്റ്റ്. ഓർക്കുക, വീണ്ടും ഓർക്കുക, നിങ്ങളുടെ 1 മിനിറ്റ് പോലും നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിൽ നിൽക്കുന്ന ഇൻവിജിലേറ്റർ അറിയാനുള്ള കാര്യമാണിത്. ദാറ്റ് ഈസ് 1:30 തൊട്ട് 1:45 വരെ മാത്രമേ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ചെക്ക് ചെയ്യാനും ഒപ്പിടാനും ഒക്കെ ആയിട്ട് സമയം കൊടുത്തിട്ടുള്ളൂ. അത് നിങ്ങൾ നോക്കി വയ്ക്കുക. ഒരു കാരണവശാൽ നിങ്ങളുടെ 2 മണി തൊട്ട് 5:20 വരെയുള്ള സമയത്തിനുള്ളിൽ ഈ വക കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. കാരണം അപ്പോൾ പോകുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും ഓരോ മിനിറ്റുകളാണ്. ഓക്കെ, ഓരോ മിനിറ്റും ഈ എക്സാമിൽ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഓർത്ത് വയ്ക്കുക. ടെക്സ്റ്റ് ബുക്കിലേക്ക് കൊടുക്കേണ്ട സമയം പറയുന്നുണ്ട്, എന്താണ്? 1:45. ഓക്കെ, അടുത്ത റൈറ്റിംഗ് ഓഫ് പർട്ടിക്കുലേഴ്സ് ഓൺ ദ ടെക്സ്റ്റ് ബുക്ക്ലെറ്റ് ബൈ ദ കാൻഡിഡേറ്റ് 1:50 PM. അതായത് 2 മണി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക്ലെറ്റിൽ കാര്യങ്ങൾ എഴുതി തുടങ്ങിയിരിക്കണം. ടെസ്റ്റ് കമൻസസ് 2 PM. കണ്ടോ, ടെസ്റ്റ് കമൻസ് ചെയ്യുന്നത് എപ്പോഴാണ്? 2 മണിക്കാണ്. ആൻഡ് ടെസ്റ്റ് കൺക്ലൂഡ്സ് ഇൻ 5:20 PM. ഈ ടൈമിംഗ് എപ്പോഴും ഓർത്ത് വെക്കുക. ഒരു കാരണവശാൽ 2 മണി തൊട്ട് 5:20 വരെയുള്ള നിങ്ങളുടെ സമയം മറ്റാരെ കൊണ്ടും കൊണ്ടുപോകാൻ സമ്മതിക്കരുത്. ഓക്കെ, സോ അടുത്ത ഇൻസ്ട്രക്ഷൻസ് നമുക്ക് നോക്കാം. അടുത്ത ഇൻസ്ട്രക്ഷൻസിൽ പറയുന്നത്, ഓക്കെ, the candidate must show on demand the admit card for admission in the examination hall. A candidate who doesn't possess a valid admit card shall not be allowed to enter the examination hall by the center superintendent. Okay, see, നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ തലേ ദിവസം രാത്രി നിങ്ങളുടെ ബാഗ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആദ്യം എടുത്തു വെക്കേണ്ട സാധനം നിങ്ങളുടെ അഡ്മിറ്റ് കാർഡാണ്. അഡ്മിറ്റ് കാർഡിൽ എന്തൊക്കെ വേണം ശ്രദ്ധിക്കുക. അഡ്മിറ്റ് കാർഡിൽ നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം. അഡ്മിറ്റ് കാർഡിൽ നിങ്ങളുടെ പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ വേണം. അഡ്മിറ്റ് കാർഡ് കൊണ്ടുപോകുമ്പോൾ അതിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ എക്സാം ഹാളിൽ എത്തിയിട്ട് മാത്രം ഒപ്പിടേണ്ട സ്ഥലങ്ങളുണ്ട്. നിങ്ങൾക്കൊരു സെൽഫ് ഡിക്ലറേഷൻ ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, അത് കറക്റ്റായിട്ട് ഫില്ല് ചെയ്തിട്ട് വേണം പോകാൻ. അത് ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ തലേ ദിവസം രാത്രി, അതായത് ഇന്ന് രാത്രി നിങ്ങൾ എടുത്തു വെക്കേണ്ട ആദ്യത്തെ സാധനം എന്താണ്? നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ്. അത് നിങ്ങൾ ഒന്നുമില്ലെങ്കിൽ 2 കോപ്പി എടുത്തിട്ടുണ്ടെങ്കിൽ 1 കോപ്പി വെറുതെ ചുരുട്ടിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ ബാഗിനകത്ത് വയ്ക്കുക, വേറൊന്നും ഫയലിനകത്ത് സൂക്ഷിക്കുക. ഇനി അഥവാ മിസ്സായി പോയി കഴിഞ്ഞാൽ ബാഗിനകത്ത് കിടക്കുന്നത് നിങ്ങളെ രക്ഷിക്കും. ഓക്കെ,
A seat with a roll number will be allotted to each candidate. നിങ്ങളുടെ റോൾ നമ്പർ പബ്ലിഷ് ചെയ്തിരിക്കുന്ന സീറ്റ് നമ്പർ നിങ്ങൾ പോയി എടുക്കുക. Candidate must find out and occupy the allotted seat. If candidate is found appearing in the examination from a seat or room other than the allotted one, the candidate shall be cancelled. നിങ്ങൾ മറ്റെവിടെയെങ്കിലും പോയിട്ട് മാറിയിരിക്കുകയോ നിങ്ങളുടെ ഡെസിഗ്നേറ്റഡ് നമ്പർ അല്ലാത്ത സ്ഥലത്ത്, അപ്പോൾ നമ്പേഴ്സ് ശ്രദ്ധിക്കുക, നിങ്ങൾ ആ ടെൻഷനിൽ ചിലപ്പോൾ മാറിപ്പോകും, അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ അതൊന്നും തെറ്റിപ്പോകരുത്, കറക്റ്റ് സ്ഥലത്ത് പോയിരിക്കുക. ഇപ്പോൾ ഒരു കുട്ടി വരികയാണെങ്കിൽ ആ കുട്ടി എന്താണ് നിങ്ങളടുത്ത് പറയുന്നത് ഇത് എൻ്റെ സീറ്റാണെന്ന് പറയുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക, എന്നിട്ട് അയാൾ പറഞ്ഞ് മനസ്സിലാക്കുക ഇത് എൻ്റെ സീറ്റാണ്, നീ ഇരിക്കേണ്ടത് അവിടെയാണെന്ന് പറഞ്ഞു കൊടുക്കുക. കംപ്ലീറ്റ്ലി ഓവർ. ഓക്കെ. During the examination time, the invigilator will check admit card of the candidates to ascertain the identity of each candidate. The invigilators will also put their own signature in the place provided in the answer sheet and on the attendance sheet. ഇതും അവിടെ പറയുന്നുണ്ട്, അതായത് നിങ്ങളുടെ പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോഗ്രാഫിലും ഇൻവിജിലേറ്റർ സൈൻ ചെയ്യണം കേട്ടോ, അതൊന്ന് നോക്കണം. അപ്പോൾ നിങ്ങളുടെ അറ്റൻഡൻസ് ഷീറ്റിലും ആ പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോഗ്രാഫിലും ഒക്കെ ഇൻവിജിലേറ്റർ കറക്റ്റ് സ്ഥലങ്ങളിൽ സൈൻ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ എക്സ്ക്യൂസ് മീ സാർ ഇതെന്താണ്, ഇതൊന്ന് ചെക്ക് ചെയ്യണം, ഇത് ഇവിടെ എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ലേ എന്ന് വളരെ പൊളൈറ്റ് ആയിട്ട് ചോദിക്കുക. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യും, അത് ചെക്ക് ചെയ്തിട്ട് ചെയ്തു തരും. ഇനി നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവരെ എന്താണ് പ്രിപ്പയർഡ് ആയിരിക്കും, നിങ്ങൾക്ക് അതൊക്കെ കറക്റ്റ് സമയത്ത് ചെയ്തു തരും. ഓക്കെ. ആൻഡ് കാൻഡിഡേറ്റ് ഹു കം ആഫ്റ്റർ 1:30 PM ഷാൾ നോട്ട് ബി പെർമിറ്റഡ് ടു എൻ്റർ ദ എക്സാമിനേഷൻ സെന്റർ അണ്ടർ എനി സർക്കംസ്റ്റാൻസസ്. ഒരു കാരണവശാലും 1:30 ശേഷം നിങ്ങൾ എത്തുകയാണെങ്കിൽ കയറ്റില്ല എന്ന് തന്നെയാണ് പറയുന്നത്. സോ ബി വെരി കെയർഫുൾ. ഓക്കെ. Candidate must bring only the following documents on the day of examination. Examination സെന്ററിൽ നിങ്ങൾ പോകുമ്പോൾ കൊണ്ടുപോകേണ്ടത് ഇത്ര മാത്രമാണ്. A printed copy of admit card downloaded from NTA website with passport size photograph same as uploaded on the application form pasted on it. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ആപ്ലിക്കേഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ഡിജിറ്റൽ ആയിട്ടായിരിക്കും എന്ത് ചെയ്തിട്ടുണ്ടാവുക, ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ടാവുക, നിങ്ങൾ അതായിരിക്കും അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവുക. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ മറന്നുപോയിട്ട് നിങ്ങൾ വേറെ ഫോട്ടോ എടുത്തിട്ട്, അങ്ങനെ പറ്റില്ല. നിങ്ങൾ ഏതാണോ അപ്ലോഡ് ചെയ്ത ഫോട്ടോ അതേ ഫോട്ടോയുടെ എന്താണ് ഫിസിക്കൽ കോപ്പി വേണം നിങ്ങളുടെ എന്താണ് അഡ്മിറ്റ് കാർഡിൽ എന്താണ് ഒട്ടിക്കാനുള്ളത്. ആ അഡ്മിറ്റ് കാർഡ് മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അകത്തോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. One passport size photograph same as uploaded on the online application form for pasting on specific space in the attendance sheet. എക്സ്ട്രാ ആയിട്ട് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫും കൂടെ കൊണ്ടുപോകണം. അതും നിങ്ങൾ എന്താണ്, നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോമിൽ കൊടുത്ത അതേ ഫോട്ടോഗ്രാഫിന്റെ ഒരു കോപ്പി തന്നെ കൊണ്ടുപോവുക. അപ്പോൾ ഒരെണ്ണം അഡ്മിറ്റ് കാർഡിൽ ഒട്ടിക്കണം, ഒരെണ്ണം നിങ്ങളുടെ കയ്യിൽ കൊണ്ടുപോകണം അറ്റൻഡൻസിന് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. 1 പോസ്റ്റ് കാർഡ് സൈസ് കണ്ടോ, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. അതിന്റെ സൈസ് പറയുന്നുണ്ട്. വിത്ത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഷുഡ് ബി പേസ്റ്റഡ് ഓൺ ദ പ്രൊഫോമ ഡൗൺലോഡഡ് വിത്ത് അഡ്മിറ്റ് കാർഡ്. ദ പ്രൊഫോമ വിത്ത് പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോഗ്രാഫ് ഷാൽ ബി ഹാൻഡഡ് ഓവർ ടു ദ ഇൻവിജിലേറ്റർ ഇൻ ദ എക്സാമിനേഷൻ ഹാൾ. പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോഗ്രാഫ് ഒട്ടിച്ച പേപ്പർ നിങ്ങൾ തിരിച്ചു കൊണ്ടുവരാൻ പാടില്ല, നിങ്ങൾ ഇൻവിജിലേറ്ററിന്റെ കയ്യിൽ കൊടുക്കുക. കാരണം നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എന്നതിനുള്ളൊരു തെളിവാണത്. നിങ്ങളുടെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ എടുത്ത പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോഗ്രാഫ് ദാറ്റ് ഷുഡ് ബി ഓൾസോ സിമിലർ ടു യുവർ എന്താ പറയുക ആപ്ലിക്കേഷൻ ഫോമിലുള്ള ഫോട്ടോഗ്രാഫ്. ഓക്കെ. ഇനി അടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം barred items. നോക്കാം. The candidate will be subjected to extensive and compulsory frisking before entering the examination center with the help of highly sensitive metal detectors. The candidates are not allowed to carry the following items inside the examination center under any circumstances. See, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, there will be frisking. It is frisking. Okay, frisking ആണ്. അതായത് നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ മെറ്റൽ ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടോ എന്ന് അവർ ചെക്ക് ചെയ്യും. മെറ്റൽ ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ട് എങ്കിൽ അത് റിമൂവ് ചെയ്യാൻ പറയും. അതുകൊണ്ടാണ് പറയുന്നത് എന്താണ്, കമ്മല്, വള, മാല, മോതിരം ഇങ്ങനത്തെ സാധനങ്ങളൊന്നും കൊണ്ടുപോകാതിരിക്കുക. ഒരു ഓർണമെന്റ്സും കൊണ്ടുപോകരുത്. ആ ഓർണമെന്റ്സ് കൊണ്ടുപോയാലുള്ള റിസ്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഊരി വെക്കാൻ പറയും. ഊരി വെക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഊരി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ചിന്ത അതായിരിക്കും, അത് മിസ്സാവോ എന്നുള്ളത്. നെവർ ഡു ദാറ്റ്. ഓക്കെ. ഇങ്ങനത്തെ സാധനങ്ങൾ നിങ്ങൾ കൊണ്ടുപോകരുത്. ഒന്ന്, any item like textile material, printer or written, bits of paper, geometry or pencil box, plastic pouch, calculator, pen, scale, writing pad, pen drives, eraser, calculator, log table, electronic pen or scanner, etc. ഒരു പേന പോലും എക്സാം ഹാളിൽ കൊണ്ടുവരുത്. നിങ്ങൾ അഡ്മിറ്റ് കാർഡ് മാത്രം കൊണ്ടുപോവുക. വേറെ ഒരു പേപ്പർ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് കണ്ടുപിടിക്കരുത്. ഓക്കെ. ഇനി വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കോപ്പി അടിക്കാമെന്നുള്ള കാര്യം ചിന്തിക്കുകയേ ചെയ്യരുത്. ഏതെടുത്ത് വെച്ച് കോപ്പി അടിക്കും, ഒരു രക്ഷയില്ല. കാരണം എന്താണ്, വാസ്റ്റ് ആണ്. നിങ്ങൾ എന്താണ് 3 സബ്ജക്റ്റിൻ്റെയും കൂടെ ബുക്ക് എടുത്തുകൊണ്ട് വേണ്ടി വരും. നത്തിങ് ഹാപ്പനിങ്. ഓക്കെ. സോ അതൊന്നും കൊണ്ടുവരുത്. പ്ലാസ്റ്റിക് പൗച്ച് കൊണ്ടുവരുത്. പൗച്ച് ഒരു സാധനവും സ്കെയിൽ ഒന്നും കൊണ്ടുവരുത്. Any communication devices like mobile phone, Bluetooth, earphone, microphone, pager, health band, etc. Okay. ഈ സാധനങ്ങളൊന്നും കൊണ്ടുവരുത്. ഇതിനു വേണ്ടി ശ്രമിക്കുകയും ചെയ്യരുത്. Other items like wallet, goggles, handbags, belt, cap, etc. Okay. അപ്പോൾ ഈ മെറ്റൽ ബക്കിൾസ് ഉള്ള സാധനങ്ങൾ, അങ്ങനത്തെ സാധനങ്ങളൊന്നും കൊണ്ടുപോകാതിരിക്കുക. നിങ്ങൾ വാലറ്റ് കൊണ്ടുപോകാതിരിക്കുക. അതേപോലെ തന്നെ
തന്നെ നിങ്ങൾ എന്താണ് ക്യാപ്പ്, അതേപോലെ എന്താ പറയുക നിങ്ങളുടെ ഒരു സാധനം ഒന്നും പറ്റില്ല കേട്ടോ. എനി വാച്ച് ഓർ റിസ്റ്റ് വാച്ച്, ബ്രേസ്ലെറ്റ്, ക്യാമറ എക്സെട്ര, എനി ഓർണമെന്റ്സ്, അതേപോലെ എനി ഫുഡ് ഐറ്റംസ്. പോയിട്ട് എന്താണ് നേരത്തെ കയറുന്നതുകൊണ്ട് ഭക്ഷണം കഴിക്കാനുണ്ട് എടുത്തുകൊണ്ട് കൊണ്ട് പോകരുത്. ഇതില് വാട്ടർ ബോട്ടിൽ, അതിലൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, വാട്ടർ ബോട്ടിൽ ക്ലിയർ ആയിട്ടുള്ള വാട്ടർ ബോട്ടിൽ കൊണ്ടുപോകാന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. എനി ഐദർ ഐറ്റം വിച്ച് കുഡ് ബി യൂസ്ഡ് ഫോർ അൺഫെയർ മീൻസ് ബൈ ഹൈഡിങ് കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് ലൈക്ക് എ മൈക്രോ ചിപ്പ്, ക്യാമറ, ബ്ലൂടൂത്ത് ഡിവൈസസ് എക്സെട്ര. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഒരു കാര്യം മനസ്സിലാക്കുക. അപ്പൊ ഇതൊക്കെ എന്താണ് ഇതിനു മുമ്പ് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, ഇതൊക്കെ എന്താണ് ഹിസ്റ്ററിയിൽ പറയുന്ന കാര്യങ്ങളാണ്. അതായത് ഈ പറയുന്ന മൈക്രോ ചിപ്പും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് അത്രയും കാര്യങ്ങൾ എടുത്ത് തന്നെ പറയുന്നത്. ഓക്കെ, എനി ആപ്ലിക്കബിൾ ഓർഡർ ഓഫ് ഓണറബിൾ സുപ്രീം കോർട്ട് ഓർ ഹൈക്കോർട്ട് വിൽ ബി ഫോളോഡ് ഇൻ ദിസ് റിഗാർഡ്. ഓക്കെ, ഈ കാര്യങ്ങളിൽ എന്തെങ്കിലും മാറ്റം വരണമെങ്കിൽ നമ്മളുടെ ഏറ്റവും പരമോന്നത കോടതിയിൽ എന്തെങ്കിലും ഒരു ഇന്റിമേഷൻ വരണം. ഓക്കെ, സോ നെക്സ്റ്റ് നോക്കാം. No arrangement will be made in the centers for keeping any article or items belonging to the candidate. നിങ്ങൾ കൊണ്ടുവന്ന ഒരു സാധനവും സൂക്ഷിക്കാനുള്ള സ്ഥലമൊന്നും അവർ പ്രൊവൈഡ് ചെയ്യില്ല, കൊണ്ടുപോകാതിരിക്കാം. The candidate wearing articles or objects of faith, customary or cultural religious should report at the examination center at least 2 hours before the last reporting time, so that there is enough time for proper frisking without any inconvenience to the candidate while maintaining the sanctity of the examination. If upon screening it is discovered that any candidate is actually carrying a suspected device within such item or faith, he or she may be asked not to take it into the examination hall. അപ്പോൾ എന്താണെന്നറിയോ, നിങ്ങൾ കസ്റ്റമറി ആയിട്ടുള്ള നിങ്ങളുടെ റിലീജിയസ് ആയിട്ടുള്ള ഡ്രസ്സ് ധരിച്ചിട്ടാണ് പോകുന്നതെങ്കിൽ 2 മണിക്കൂർ മുമ്പേ നിങ്ങൾ അവിടെ എത്തുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ എന്താണ്, നിങ്ങൾക്ക് ഇവിടെ ഡീപ്പ് ആയിട്ടുള്ള ഫ്രിസ്കിംഗ് ഉണ്ടാവും. അതിൻ്റെ ഇടയിൽ നിന്ന് എന്തെങ്കിലും സാധനം കിട്ടിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, പറയും ഇന്ന സാധനം കൊണ്ടുപോകാൻ പറ്റില്ല. ചിലപ്പോൾ നിങ്ങൾ അതിലൊരു മെറ്റൽ പാർട്ട് ഉണ്ടാവും, ആ മെറ്റൽ പാർട്ട് റിമൂവ് ചെയ്തിട്ട് അവർ പറയും പറ്റില്ല, ഇത് കൊണ്ടുപോകാൻ പറ്റില്ല, ഇതിവിടെ വെച്ചിട്ട് പോകണമെന്ന് പറയും. അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക, ദാറ്റ്സ് ഓൾ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറയുകയാണ്. അവിടെ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ നിൽക്കണ്ട, ടെൻഷൻ അടിക്കാനൊന്നും നിൽക്കണ്ട. ഓക്കെ, ഡ്രസ് കോഡ്. The candidates are instructed to follow the following dress code. Okay, heavy cloth പറ്റില്ല, long sleeve ഉള്ളത് പറ്റില്ല. However, in case of candidates come in cultural or customary, നേരത്തെ പറഞ്ഞ religious ആണെങ്കിൽ അവരെന്താ, they should report at least 2 hours before the ഇത്. ഓക്കെ, അപ്പോൾ അതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ടൈം ക്ലോഷർ ടൈം എന്ന് പറയുന്നത് 1:30 ആണ്. ഓക്കെ, അപ്പോൾ 12:30 PM സോ ദാറ്റ് there is enough time for proper frisking. 12:30 PM നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ എത്തണം എന്നുള്ളത് ഓർത്ത് വെക്കാം. സ്ലിപ്പർ, സാൻഡൽസ് വിത്ത് ലോ ഹീൽസ് ആർ പെർമിറ്റഡ്, ഷൂസ് ആർ നോട്ട് പെർമിറ്റഡ്. കവർ ചെയ്യുന്നത് എന്താണ്, ചെരുപ്പ് എന്താണ്, കാല് മുഴുവനായിട്ട് കവർ ചെയ്യുന്ന ഒരു തരത്തിലുള്ള ചെരുപ്പ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, യൂസ് ചെയ്യാൻ പറ്റില്ല. ഇൻ കേസ് ഓഫ് എനി ഡീവിയേഷൻ റിക്വയർഡ് ഡ്യൂ ടു unavoidable medical etc circumstances, specific approval of NTA must be taken before the admit cards are issued. അഡ്മിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പേ നിങ്ങൾ എന്ത് ചെയ്യണമായിരുന്നു, അതിന് വേണ്ടിയിട്ടുള്ള പെർമിഷൻ വാങ്ങണമായിരുന്നു എന്നാണ് പറയുന്നത്. It is decided that the candidates follow instruction issued by the NTA strictly. This will help NTA in fair conduct of the examination. അപ്പോൾ അവിടെ ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാതിരിക്കാൻ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ ഓക്കെ ഫൈൻ. ഇനി അടുത്തത് നെക്സ്റ്റ് തിങ് എന്താ പറയുക, ഇൻഫർമേഷൻ ഫോർ പാരൻസ് ആൻഡ് ഗാർഡിയൻ. ഓക്കെ, നിങ്ങളുടെ കൂടെ വരുന്ന ആൾക്കാർക്കുള്ള ഇൻഫർമേഷൻ ആണ്. ഇറ്റ് ഈസ് എക്സ്പെക്ടഡ് ദാറ്റ് പാരൻസ് ഓർ ഗാർഡിയൻ വിൽ ഗൈഡ് ദെയർ വാർഡ്സ് അപ്രോപ്രിയറ്റ്ലി ഓൺ ദ ഫോളോയിങ് ഇഷ്യൂസ് ബിഫോർ ലീവിംഗ് ഹോം. വീട്ടിൽ നിന്ന് തിരിക്കുന്നതിന് മുമ്പ് ഈ കാര്യങ്ങൾ പാരൻസ് ഒന്ന് ശ്രദ്ധിക്കുക. The candidate will not be allowed to enter the examination center. പറഞ്ഞ കാര്യം തന്നെയാണ്, 1:30 അപ്പുറം പറ്റില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എങ്ങനെയെങ്കിലും അവരെന്ത് ചെയ്യുക, അവിടെ കറക്റ്റ് ടൈമിൽ എത്തിക്കുക എന്നുള്ളതാണ്. Candidate will follow all the instructions and maintain discipline in examination or examination hall. Okay, candidate will not breach any examination rule. അതായത് ഒരു എക്സാമിനേഷൻ റൂളും തെറ്റിക്കാതിരിക്കാൻ നിങ്ങൾ തന്നെ പറഞ്ഞ് മനസ്സിലാക്കുക. Candidate will not use or promote any unfair activity during the examination. പറയുക, അതായത് നിങ്ങൾ എന്തെങ്കിലും ഒരു അൺഫെയർ ആക്ടിവിറ്റിക്ക് നിങ്ങളെ പിടിച്ചു കഴിഞ്ഞാൽ അതിന് നിങ്ങൾക്ക് എന്തുണ്ടാവും, ശിക്ഷ ഉണ്ടാവും. അപ്പോൾ ആ ശിക്ഷ എന്ന് പറയുന്നത് ചിലപ്പോൾ കുറേ വർഷങ്ങൾ നിങ്ങൾക്ക് എക്സാം എഴുതാനൊന്നും പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ പറയുക. ഓക്കെ, ഇൻ കേസ് ദ കാൻഡിഡേറ്റ് ഫൈൻഡ് അനദർ കാൻഡിഡേറ്റ് യൂസിങ് അൺഫെയർ മീൻസ് ഇൻ ദ എക്സാമിനേഷൻ ദ സെയിം വിൽ ബി ഇമ്മീഡിയറ്റ്ലി ഇൻഫോം. അതുപിന്നെ നമ്മൾ ചെയ്യുമല്ലോ. ആരെങ്കിലും ഒരാൾ ഇത് ചെയ്യുന്നതായിട്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളത് അറിയിക്കാൻ വൈകരുത്. കാരണം നിങ്ങളെ മാർക്കാണ് പോകുന്നത്. ഓക്കെ, അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ധൈര്യമായിട്ട് പറയുക. കാരണം ഇറ്റ് ഷുഡ് ബി എ കോമ്പറ്റീഷൻ. അതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആണ്. അതിൽ കഴിവുള്ളവൻ എന്ത് ചെയ്താൽ മതി, കയറിയാൽ മതി. ഓക്കെ, ശരി. നെക്സ്റ്റ് തിങ്, ദ കാൻഡിഡേറ്റ് വിൽ ബ്രിങ് ഓൺലി ദ ഫോളോയിങ് ടു ദ എക്സാമിനേഷൻ. നിങ്ങൾ കൊണ്ടുപോകാൻ പറ്റുന്നത് അഡ്മിറ്റ് കാർഡ് അലോങ് വിത്ത് പാസ്പോർട്ട് സൈസ്, 1 പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്, പിന്നെ വാലിഡ് ഒറിജിനൽ ID പ്രൂഫ്. ID പ്രൂഫ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ആധാർ കാർഡ് കൊണ്ടുവന്നതാണ് ദ ബെസ്റ്റ്.
ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണ് വാലിഡ് ആയിട്ടുള്ള ID പ്രൂഫ് കൊണ്ടുപോവുക. PWBD സർട്ടിഫിക്കറ്റ്, ഓക്കെ, ഫിസിക്കലി എന്താണ് ഇഷ്യൂസ് ഉള്ള ആൾക്കാർക്ക് ആ സർട്ടിഫിക്കറ്റും കൊണ്ടുപോകാം. 1 postcard size color photograph with white background should be pasted on the proforma downloader. Okay, candidate who does not bring the downloader proforma with a postcard size photograph pasted and one passport size photograph will not be allowed to sit in the examination hall. Okay, അപ്പോൾ എന്താണ്, നിങ്ങൾ പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോയും പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ഇല്ലാതെയാണ് എക്സാമിനേഷൻ സെന്ററിലേക്ക് വരുന്നതെങ്കിൽ യു ആർ നോട്ട് അലൗഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ. ദ കാൻഡിഡേറ്റ് വിൽ നോട്ട് ബ്രിങ് എനി ബാഡ് ഐറ്റംസ് അറ്റ് ദ സെന്റർ പറയുന്നുണ്ട്. ദ കാൻഡിഡേറ്റ് വിൽ കോപ്പറേറ്റ് വിത്ത് ദ സ്റ്റാഫ് ഓർ എക്സാമിനേഷൻ സെന്റർ ഡ്യൂറിംഗ് ഫ്രിസ്കിംഗ്. അപ്പോൾ ഫ്രിസ്കിംഗ് നടത്തുന്ന സമയത്ത് നിങ്ങൾക്കൊരു അൺഫെയർ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് പറയാം. അൺഫെയർ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നോ, ഒരു ഇഷ്യൂസ് ഉണ്ടാക്കരുത്. കാൻഡിഡേറ്റ് വിൽ റിപ്പോർട്ട് ദ അലോട്ടഡ് സെന്റർ വെൽ ഇൻ അഡ്വാൻസ്, അതൊക്കെ പറഞ്ഞു. വിൽ ഫോളോ ദ ഡ്രസ് കോഡ് ഫോളോ ചെയ്യണം. കാൻഡിഡേറ്റ് വിൽ റെഗുലർലി വിസിറ്റ് ദ വെബ്സൈറ്റ്, ഈ പറയുന്ന വെബ്സൈറ്റ് എപ്പോഴും ചെക്ക് ചെയ്യുക. നിങ്ങൾ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ ചെക്ക് ചെയ്യുക, SMS കാര്യങ്ങളൊക്കെ നോക്കുക. It is mandatory to provide the mobile number and email of the parent or guardian during the submission of the online application. അത് എന്താ പറയുക, നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഓക്കെ, അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൺഫർമേഷൻ പേജും ഫൈനൽ സ്കോർ കാർഡൊക്കെ നിങ്ങൾക്ക് അയച്ചു തരുന്നത് ആ മെയിൽ ID-യിലേക്കായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അതൊക്കെ നമുക്ക് എക്സാം കഴിഞ്ഞ് നോക്കിയാൽ മതി. ഓക്കെ, now in case of your ward is found breaching any of the ഏതെങ്കിലും ഒരു നിയമം തെറ്റിക്കുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ എക്സാം സെന്ററിൽ കയറാൻ സമ്മതിക്കില്ല എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. എക്സാം എഴുതാൻ സമ്മതിക്കില്ല. ഓക്കെ, അൺവാണ്ടഡ് ആക്ടിവിറ്റീസിലേക്കാണ്, അതിനെതിരെ ക്രിമിനൽ ആക്ഷൻ വരുമെന്നാണ് പറയുന്നത്. ഓക്കെ, അതൊക്കെ നോക്കുക. സോ ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അപ്പോൾ എന്താ പറയുക, നിങ്ങളുടെ എക്സാമിനേഷൻ സെന്ററിന്റെ സൈറ്റ് എവിടെയാണുള്ളതെന്നുള്ളത് നോക്കി വെക്കണം കേട്ടോ. ഒരു കാരണവശാൽ ലേറ്റ് ആയിട്ട് ഇറങ്ങരുത്. ഓക്കെ, ഇനി ഒന്നുകൂടെ ഈ കാര്യങ്ങളൊക്കെ പറയുകയാണ്. ജസ്റ്റ് ഇതൊക്കെ നിങ്ങളുടെ എന്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ NTA വെബ്സൈറ്റിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ സാധനങ്ങളൊക്കെ. ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, കാൻഡിഡേറ്റ് വിൽ ബി പെർമിറ്റഡ് ടു ക്യാരി ഓൺലി ദ ഫോളോയിങ് ഐറ്റംസിൽ പേഴ്സണൽ ട്രാൻസ്പാരന്റ് വാട്ടർ ബോട്ടിൽ കൊണ്ടുവരാം. കാരണം ഇപ്പോൾ ചൂടാണ്, അപ്പോൾ നിങ്ങൾക്ക് വെള്ളം കൊണ്ടുപോകാം, പക്ഷേ ട്രാൻസ്പാരന്റ് വാട്ടർ ബോട്ടിൽ ആയിരിക്കണമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, സോ എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നുണ്ട്. പിന്നെ കാൻഡിഡേറ്റ് ഷുഡ് പുട്ട് ദെയർ സിഗ്നേച്ചർ ആൻഡ് പേസ്റ്റ് ദ ഫോട്ടോഗ്രാഫ് അറ്റ് ദ അപ്രോപ്രിയേറ്റ് പ്ലേസ്. ദേ ഷുഡ് എൻഷുർ ദാറ്റ് ദെയർ ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷൻ ഈസ് ക്ലിയർ ആൻഡ് നോട്ട് സ്മഡ്ജ്. അതായത് നിങ്ങളുടെ തമ്പ് ഇംപ്രഷൻ വെക്കാനുള്ള സ്ഥലമുണ്ട്, അത് നിങ്ങൾ വെച്ചിട്ട് വേണം പോകാൻ. അതൊന്ന് നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എന്താണ് ഏതൊക്കെ വാലിഡ് ID പ്രൂഫാണ് കൊണ്ടുപോകേണ്ടത്. ആധാർ കാർഡ് ഉണ്ട്, പിന്നെ എന്താണ് ആധാർ ഉണ്ട്, റേഷൻ കാർഡ് ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക ഡ്രൈവിംഗ് ലൈസൻസ്, വോട്ടേഴ്സ് ID ഇതൊക്കെ യൂസ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ബട്ട് ദ ബെസ്റ്റ് തിങ് ഈസ് ആധാർ. എല്ലാവർക്കും ഇപ്പോൾ ആധാർ കാർഡ് ഉണ്ടാവും, സോ അതാണ് യൂസ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഒരു കാരണവശാൽ എന്താണ് PWD സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ അത് കയ്യിൽ കരുതുക കേട്ടോ. പിന്നെ പേഴ്സണൽ ബിലോങ്ങിങ്സ് പറ്റില്ല. ഓക്കെ, ബ്ലാങ്ക് പേപ്പർ ഓർ ഷീറ്റ്സ് അത് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യില്ല. ടെക്സ്റ്റ് ബുക്ക്ലെറ്റിനകത്തുള്ള സ്പേസ് ഉണ്ടാവും, വർക്കൗട്ട് ചെയ്യാനുള്ള സ്പേസ്, അതിൽ മാത്രമേ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ അടുത്തത് നോ കാൻഡിഡേറ്റ് ഷുഡ് അഡോപ്റ്റ് എനി അൺഫെയർ മീൻസ് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ അവിടെ ജാമർ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും നിൽക്കണ്ട. യെസ്, ഓക്കെ, ലാസ്റ്റ് ഹാഫ് ആൻ അവർ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ബ്രേക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. എക്സാം തുടങ്ങി കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആണ്, അതിൻ്റെ ഇടയിൽ ബ്രേക്ക് ഒന്നും ഉണ്ടാവില്ല. ശരി, അൺഫെയർ മീൻസ് ഒന്നും ചെയ്യരുത്. ഇത്രയും കാര്യങ്ങളാണ് ഓക്കെ നമുക്ക് നോക്കാനുള്ളത്. ശരി, ഓക്കെ, ബേസ്ഡ് റിയൽ ടൈം അനാലിറ്റിക് ടൂളൊക്കെ യൂസ് ചെയ്യുന്നെന്ന് പറയുന്നുണ്ട്, അതൊക്കെ നോക്കുക. CCTV റെക്കോർഡിംഗ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്, അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. സസ്പീഷ്യസ് കാൻഡിഡേറ്റ്സ് ആർ ഐഡന്റിഫൈഡ് ത്രൂ AI ബേസ്ഡ് ടൂൾസ്, അതൊക്കെ നിങ്ങൾ നോക്കുക. അപ്പോൾ നിങ്ങൾ കയറുന്ന സമയത്ത് ചില ഫ്രിസ്കിങ്ങിൻ്റെ സമയത്ത് അവിടെ CCTV ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആ AI ബേസ്ഡ് ആയിട്ട് ഇപ്പോൾ കള്ളത്തരമൊക്കെ കാണിക്കണമെങ്കിൽ മുഖത്ത് വരുമായിരിക്കും, അപ്പോൾ അങ്ങനെ പിടിക്കുമായിരിക്കും എന്നൊക്കെ നോക്കാം. ഓക്കെ, ശരി. എനിവേ, ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നാളെ എക്സാം എഴുതാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഞാനൊരു ക്വിക്കായിട്ട് പറഞ്ഞു പോയതാണ്. ഇതിൻ്റെ എന്താണ് PDF ഫോർമാറ്റ് നമ്മളുടെ എന്താണ് വാട്സപ്പ് ചാനലിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഗോ ആൻഡ് ചെക്ക്. ഓക്കെ, നമ്മുടെ വാട്സപ്പ് ചാനലിൽ കയറിയാൽ മതി, നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഒരു കാര്യം ഞാൻ പറയുന്നത്, ഇതിലെല്ലാം ഉപരി ദാറ്റ് ഈസ് ദ 3 hours ദാറ്റ് യു സ്പെൻഡ് ഇൻ ദാറ്റ് ഹാൾ. ആ പറയുന്ന 3 hours 20 minutes. ഓക്കെ, ആ 3 മണിക്കൂർ 20 മിനിറ്റ് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാനുള്ള 3 മണിക്കൂർ 20 മിനിറ്റ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ആ എക്സാം ഹാളിൽ ഇരിക്കാൻ. എവ്രി പാരൻസ് അല്ലെ, എല്ലാ പാരൻസും എവ്രി ഇൻസ്ട്രക്ടേഴ്സ്, നിങ്ങളെ പഠിപ്പിച്ച എല്ലാ ടീച്ചേഴ്സും എല്ലാ ആൾക്കാരും ദേ വിൽ ബി പ്രേയിങ് ഫോർ യു ഡ്യൂറിങ് ദാറ്റ് ടൈം. ഓക്കെ, ഈവൻ ഐ ഓൾസോ വിൽ ബി പ്രേയിങ് ഫോർ യു. ഈച്ച് ആൻഡ് എവറി സ്റ്റുഡൻറ്റ് ഐ വിൽ ബി പ്രേയിങ് ഫോർ യു. ആൻഡ് ഐ ആം സേയിങ് യു ദാറ്റ് എന്താ പറയുക, ആ 3 hours 20 minutes യു ഹാവ് ടു ഡു വണ്ടേഴ്സ്. ഓക്കെ, നിങ്ങൾ അടിപൊളി
അടിപൊളിയായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യണം. നിങ്ങളുടെ OMR ഷീറ്റിൽ കൃത്യമായിട്ടത് പ്രൊഡ്യൂസ് ചെയ്യുക. ഒരു കാരണവശാലും തളരരുത്. യു ആർ ദ ബെസ്റ്റ്. നിങ്ങൾ ഇത്രയും ദിവസം പഠിച്ചിട്ടുണ്ട് എങ്കിൽ യു ആർ ദ ബെസ്റ്റ്. ഓക്കെ, അപ്പോൾ നാളെ ഒരു ദിവസം നിങ്ങളുടെ പേരിൻ്റെ മുന്നിൽ ഡോക്ടർ എന്ന് എഴുതി വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, പുറത്ത് വരാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ആ എക്സാം എഴുതി കഴിയുമ്പോൾ തന്നെ യു മസ്റ്റ് ബി കോൺഫിഡൻറ്റ് ദാറ്റ് ഈ വർഷം എനിക്ക് കിട്ടിയിരിക്കും, ഞാൻ എൻ്റെ പേരിൻ്റെ അറ്റത്ത് ഡോക്ടർ എന്ന് ആഡ് ചെയ്തിരിക്കും എന്ന് ഉറപ്പിച്ചിട്ട് വേണം ആ എക്സാം ഹാളിൽ നിന്ന് വരാൻ. സോ ഡോണ്ട് മേക്ക് മിസ്റ്റേക്സ്. ബി എന്താ പറയുക, വെരി കോൺഫിഡൻറ്റ് ഇൻ യുവർ ആറ്റിറ്റ്യൂഡ്. ആൻഡ് വൺ മോർ തിങ്, താങ്ക് യു ഫോർ ഓൾ ആൻഡ് ഓൾ ദ ബെസ്റ്റ് ടു എവറി സ്റ്റുഡൻസ് ഹു ആർ ഗോയിങ് ടു റൈറ്റ് ദിസ് എക്സാം ദിസ് ഇയർ. നീറ്റ് എക്സാം എഴുതാൻ പോകുന്ന എല്ലാ കുട്ടികൾക്കും കോഡിൻ്റെ ക്രൂവിൻ്റെയും സൈഡിൽ നിന്ന് വെരി വെരി ബെസ്റ്റ്. ഓക്കെ, പോയി തകർത്തിട്ട് വരിക. ഓക്കെ, താങ്ക് യു.